ഹായ്, ഹലോ, നമസ്കാരം. നമ്മുടെ മൂഞ്ചിക്കൽ മീഡിയ പിന്നെ എത്തിയിട്ടുണ്ട്. അവൻ കഷ്ടപ്പെട്ടാണ് പോലും വീഡിയോ ചെയ്യുന്നത്. അല്ല, ബാക്കിയുള്ളവർ ചെന്നിരിക്കുമ്പോൾ മിക്കവാറും കമ്പ്യൂട്ടർ വീഡിയോ അങ്ങെടുത്ത് കൊടുക്കുമായിരിക്കും. യവൻ മണ്ടനാണോ ഇനി ബാക്കിയുള്ളവർ മണ്ടനാണെന്ന് അവൻ ധരിക്കുകയാണോ? അതെന്തോ ആയിക്കോട്ടെ. അവൻ്റെ ഒരു വിചാരമുണ്ട്. അവന് മാത്രമേ ബിഗ് ബോസ് മലയാളത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്ന്. ബാക്കിയുള്ളവരെല്ലാം മറ്റേ 3 വലിയ ബീപ്പ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പട്ടിയുടെ പാല് പന്തീരാണ്ട് കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. യവനും അങ്ങനെയാണ്. അടുത്തൊരു എക്സ്ക്ലൂസീവ് സാധനം, പ്രഡിക്ഷൻ ലിസ്റ്റ്. അവനൊരു 3-4 തവണയായിട്ട് 100 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ 25-നും 30-നും ഇടയിലാണ് കയറിയത്. അതുകൊണ്ട് പിന്നെ യവന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് 100 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുനിന്നൊരു 10 പേരെങ്കിലും കാണുമല്ലോ. എന്താ പറയുക, യവനെ പോലുള്ള. എന്നിട്ട് ഞാൻ പൊക്കി പറഞ്ഞില്ല പോലും. പിന്നൊന്ന് കണ്ടത്, ഓഡിയൻസ് മാറണം, ഓപ്പൺ നോമിനേഷൻ ആവണം, പവർ റൂം വേണ്ട, സേഫ് ഗെയിമേഴ്സിനെ ഔട്ടാക്കണം, ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഔട്ടാക്കണം. അതൊക്കെ ഓക്കെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ചില കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ മിസ്റ്റർ മൂഞ്ചിക്കൽ മീഡിയ, തനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ എന്ന് തോന്നുന്നു. ഹിന്ദി അറിഞ്ഞിരുന്നെങ്കിൽ താൻ അങ്ങനെ പറയില്ലായിരുന്നു. ഒന്നുകിൽ ഒരു കാര്യം ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുക. അതാണ് മാന്യത. സൽമാൻ ഖാന്റെ 7 അയലത്ത് മോഹൻലാൽ എത്തില്ല. പിന്നെ താൻ ഒരു കാര്യം കൂടി ആലോചിക്കണം. കണ്ടന്റ് വൈസും ക്വാളിറ്റി വൈസും ഏറ്റവും ലോവസ്റ്റ് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് മലയാളം. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. ഹിന്ദി ഷോയുടെയൊക്കെ 7 അയലത്ത് ഈ മലയാളം ബിഗ് ബോസ് ചെന്ന് എത്തി നിൽക്കൂല. ഓക്കെ. പിന്നെ സാബുമോൻ ഓഫ് കോഴ്സ് നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ അഖിൽ മാരാറിനെ പോലെ ബെസ്റ്റ് ഡിസേർവിംഗ് വിന്നർ ബിഗ് ബോസ് മലയാളത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലെയറിനെ ബിഗ് ബോസ് മലയാളത്തിന് കിട്ടിയിട്ടില്ല. അത്രയും പോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലായ്മയാണ് നീ, മിസ്റ്റർ മൂഞ്ചിക്കൽ മീഡിയ. അപ്പൊ തന്നെ അറിയാം നിനക്ക് ആ കണ്ടന്റിനോട് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനോട് എന്തോരം ധാരണയുണ്ട്, അല്ലെങ്കിൽ ആ വ്യൂ പോയിന്റ് എന്താന്ന്. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറടൂ. ചുമ്മാ എന്തെങ്കിലും വാരി വലിച്ചു പറയാതെ. അടുത്തൊരു മൂഞ്ചിക്കൽ മീഡിയയുടെ ഒരു സാധനമാണ്, ലോഗോ റിലീസ് വീഡിയോ ഉണ്ടായിരുന്നു. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അവൻ വന്നിരുന്ന് വിളിച്ചു പറയണേ. അവന് ഇത്രയും ബോധമില്ലേ? ഒരു തവണ ഏറി കയറിയിട്ട് അവന് മതിയായില്ല. എന്തൊരു കഷ്ടമാണ് നീ. ഇത്രയും മണ്ടന്മാരുണ്ടോ ഇവിടെ? എനിക്കറിയില്ല കേട്ടോ. ജിയോ ആയതുകൊണ്ട് അങ്ങനെയാവും, അല്ലെങ്കിൽ ഇങ്ങനെയാവും. കുറച്ച് ഉളുപ്പ് വേണ്ടടാ നിനക്ക്. നാണക്കേടാ. എന്നിട്ട് നീ നിന്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്ക്, എന്നിട്ട് ഔട്ട് ഇട് കേട്ടോ. അപ്പോ നമുക്ക് കാണാം.